ദിസ് ഈസ് ഇറ്റ്. മാസങ്ങളോളം നീണ്ടുനിന്ന ടൈറ്റൻ എക്സിൻ്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവ വികാസങ്ങൾക്ക് ഇന്നൊരു ഒടുക്കം നമ്മൾ കണ്ടിരിക്കും. എന്നാൽ ആ ഒടുക്കത്തിന് പിന്നാലെ വരാൻ പോകുന്ന തീവ്ര പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിൻ്റെ 2ാം സീസൺ കൊട്ടിക്കലാശം തുടങ്ങിയത് എവിടെ നിന്നോ അവിടേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് സകലരും, സ്കൾ ഐലൻഡിലേക്ക്. എന്നാൽ സമ്പൂർണ്ണ നാശത്തിന് തന്നെ വെടിവെച്ചേക്കാവുന്ന ഗൂഢപദ്ധതികളുമായി ഇപ്പോൾ ഇസബെലും സംഘവും ഈ ദ്വീപിലുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും നമുക്ക് കടന്നാലോ ദ ലാസ്റ്റ് ലാപ്പിലേക്ക്. എന്താണിപ്പോൾ നടന്നിരിക്കുന്നത്? ടൈറ്റനെക്കുമായി ചോപ്പർ സ്കൾ ഐലൻഡിലേക്ക് കയറി. കോക്കായെ ഗോഡ്സിലെ പിന്തുടർന്ന് ഈ ദ്വീപിലേക്ക് എത്തിച്ചതും പിൻവാങ്ങി. തൻ്റെ ടെറിട്ടറിയിലേക്ക് മറ്റു ടൈറ്റൻ എത്തിയതോടെ 11 പിശകായി നമ്മുടെ കോങ്. ഇതിനിടെ ആക്സിസ് മുണ്ടിയെ ഒരു ടൈം ട്രാവൽ വെക്കേഷൻ പോലെയാക്കി പണം കൊയ്യാൻ പ്ലാൻ ചെയ്ത് മുട്ട വെച്ച് ടൈറ്റൻ എക്സിനെ ആകർഷിച്ചു. കോങ് അവളുടെ നേരെ അടുത്തെങ്കിലും ഒരു കൊച്ചു വിദ്യ, ചോപ്പറിലെ മറ്റൊരു മോൺസ്റ്ററിൻ്റെ കൃത്രിമ ശബ്ദം ആദ്യം കോങ്ങിനൊന്നും കളിപ്പിച്ചെങ്കിലും അവനത് മനസ്സിലാക്കി ദ റിയൽ എനിമിയുടെ അടുത്തേക്ക് പായുന്നതിലായിരുന്നു നമ്മൾ നിർത്തിയതെങ്കിൽ ഫിനാലെ ആരംഭിക്കുന്നത് സ്കൾ ഐലൻഡിലെ ഇടതൂർന്ന കാടുകളിലൂടെ നടന്നു നീങ്ങുന്ന ലീഷായിലും കെയ്ക്കോയിലുമാണ്. ദ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ. പ്രകൃതി സംബന്ധമായി താനെ രൂപപ്പെട്ട ഒരു റിഫ്റ്റ്, വിള്ളൽ. ആക്സിസ് മുണ്ടിയിലേക്ക് കടക്കാനുള്ള ഈ പോർട്ടൽ ലോകത്തെ മറ്റെല്ലാ സ്ഥലത്തെയും പോർട്ടലുകളുമായി ബന്ധമുള്ളതാണെന്ന് ഇവർ കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ സത്യത്തിൽ ബില്ലാണ് കണ്ടുപിടിച്ചത്. ഇവർ ബില്ലിൻ്റെ കണ്ടുപിടുത്തം ശരിയാണെന്ന് കണ്ടുപിടിച്ചതാണിപ്പോൾ. ഈ ഒരു വിവരം എന്തായാലും ടിമ്മിനെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും നടക്കുന്നില്ല. ഒരുപക്ഷെ റിഫ്റ്റിൻ്റെ പ്രഭാവം മൂലം ആകാമെന്നങ്ങനെ നടക്കവേ. പക്ഷേ കെയ്ക്കോയുടെ മനസ്സിൽ മറ്റൊന്നാണ്. ആക്സിസ് മുണ്ടിയിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നപ്പോൾ തൻ്റെ മകൻ ഹിരോഷി ഒരു മുതിർന്ന മനുഷ്യനെ മാറിയത് കണ്ടു. ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ കെയ്ക്കോ ആദ്യം കരുതിയിരുന്നത് ബിൽ തൻ്റെ മകനെ വളർത്താൻ താല്പര്യം കാട്ടാതെ ഉപേക്ഷിച്ചു എന്നായിരുന്നു. ഹിരോഷിയെ വളർത്തുന്നതിൽ ബിൽ പരാജയപ്പെട്ടു എന്ന് അവൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പഴയ ക്യാപ്സ്യൂലുകൾ, അതും ഓരോന്നിലും തൻ്റെ പ്രിയപ്പെട്ട കെയ്ക്കോയ്ക്കും ലീഷായ്ക്കുമായി എഴുതിയിട്ടുള്ള കത്തുകളോട് കൂടിയത്. അത് കണ്ടെത്തിയപ്പോൾ അവളുടെ ചിന്താഗതി തന്നെ ഇത് മാറ്റിയിരിക്കുകയാണ്. ബിൽ ഒരിക്കലും അവരെ ഉപേക്ഷിച്ചിട്ടില്ലെന്നും മറിച്ച് തൻ്റെ കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ജീവൻ മുഴുവൻ പരിശ്രമിക്കുകയായിരുന്നെന്നും ഇവിടെ തിരിച്ചറിയുന്നു. ബില്ലിൻ്റെ സ്നേഹവും അർപ്പണബോധവും വൈകിയാണെങ്കിലും കെയ്ക്കോ മനസ്സിലാക്കുന്ന വൈകാരികമായ ഒരു നിമിഷമാണത്. ലീ ഈ നിരീക്ഷണത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. മാത്രമല്ല സ്കൾ ഐലൻഡിനെ കുറിച്ച് ബിൽ നേരത്തെ പറഞ്ഞിരുന്ന തിയറി ഇപ്പോൾ സത്യം തന്നെ ആയിരിക്കുകയാണെന്നും ലീ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തുറക്കുന്ന റിഫ്റ്റുകളുടെ ഒരു ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനാണ് സ്കൾ ഐലൻഡ് എന്ന് ബിൽ പറഞ്ഞത് 100% ശരിയാണെന്ന് ലീ സമ്മതിക്കുമ്പോൾ അപ്പോൾ ഇവിടുത്തെ വിള്ളലുകൾ വഴിയാണ് ടൈറ്റനുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്, ആക്സിസ് മുണ്ടിയിലേക്ക് പോകുന്നത് കൂടാതെ. നിലവിൽ കോക്കായെ ആക്സിസ് മുണ്ടിയിലേക്ക് തിരികെ അയക്കണമെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഈ വിള്ളലിൻ്റെ അടുത്തേക്ക് എത്തിക്കണം. അതെങ്ങനെ സാധിക്കും? എന്താണ് അതിനൊരു വഴി എന്ന് നിൽക്കെ അവിടെ പുതിയൊരു അപകടം പൊട്ടിപ്പുറപ്പെടുകയാണ്. കാടിനെ വിറപ്പിച്ചുകൊണ്ട് എന്തോ ഒന്ന് അടുത്തേക്ക് വരുന്ന കണ്ട് ഓടി ഒളിക്കാൻ നോക്കുമ്പോൾ അത് ഭീമാകാരമായ കുറേ പുഴുക്കൾ, കാറ്റർപില്ലറുകൾ പരിഭ്രാന്തരായി പാഞ്ഞു വരികയാണ്. ഒരു വലിയ ആനക്കൂട്ടം ഇടഞ്ഞോടുന്നത് പോലെ ആ പ്രദേശം മുഴുവൻ കുലുങ്ങവേ ഉരുണ്ടു വീഴുന്ന അതിൻ്റെ ഇടയിൽപ്പെട്ട് ചതഞ്ഞരയാതിരിക്കാൻ ലീയും കേയ്ക്കോയും അടുത്ത് കണ്ട തകർന്ന ഒരു ഹെലികോപ്റ്ററിൽ അഭയം തേടുന്നു. ഈ ഹെലികോപ്റ്റർ 70കളിൽ ബില്ലും മൊണാർക്ക് സംഘവും ഉപയോഗിച്ചിരുന്ന അതേ മോഡലാണ്. വൈകാതെ ആ സൂപ്പർ സ്പീഷ്യസുകൾ അവരെ ആക്രമിക്കാൻ നിൽക്കാതെ പോയതിന് പിറകെ കേയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ ജീവികൾ അവരെ ആക്രമിക്കാൻ നിൽക്കാതെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ഇതെന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ അതുങ്ങൾ എന്തിനോ കണ്ട് ഭയന്ന് ജീവനും കൊണ്ട് ഓടുകയായിരിക്കും എന്ന് ലീഷ പറയുമ്പോൾ അതെ, അത് തന്നെ. ആ ദ്വീപിൻ്റെ രാജാവായ കോങ് അവിടെ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവൻ കോക്കായ്ക്ക് നേരെ പായുമ്പോൾ ആ പാവം അവിടെ ഇസബലിൻ്റെ ന്യൂറലിങ്കിൽപ്പെട്ട് വലയുകയാണ്. കോങ്ങിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ സ്കൾ ക്രോളറുടെ ശബ്ദം വെച്ചിട്ട് പറക്കുന്ന ചോപ്പർ വൈകാതെ ഷായും കേക്കോയും കണ്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഒടുക്കം ട്രേസ് ചെയ്ത് ടൈറ്റൻ എക്സിൻ്റെ ട്രാക്കിംഗ് ഏരിയയിലേക്കാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇസബലിൻ സംഘവുമുള്ള ആ ഔട്ട് പോസ്റ്റിലേക്ക്. ഈ ഒരു ഹെലികോപ്റ്റർ പിന്തുടരാൻ ലീ പ്ലാൻ ഇടുമ്പോൾ മറ്റൊരിടത്ത് ടിമ്മുമ്മയും തങ്ങളുടെ ടീമുമായി ഇതേ സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. മുന്നേ കേറ്റ് വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നാലും മൊണാർക്ക് ഇങ്ങനൊരു ഔട്ട് പോസ്റ്റ് ഉപേക്ഷിൻ്റെ കാര്യം തിരക്കുമ്പോൾ അതിന് ടിമ്മിൻ്റെ പ്രതികരണം 90കളിൽ അവിടെ ഒരു വലിയ അനിഷ്ട സംഭവം ഉണ്ടായി. സ്കൾ ക്രോഡറുകൾ ഈ ബേസിലേക്ക് നിരന്തരമായി വന്ന് ആക്രമിച്ചുകൊണ്ടിരുന്നു. ടിമ്മാനുള്ള കാരണം പറയുന്ന രസകരമാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരുന്ന സൺസ്ക്രീൻ ലോഷൻ്റെ മണം ഇവറ്റകളെ വല്ലാതെ ആകർഷിക്കുമായിരുന്നു. ആ മണം പിടിച്ചു വന്നാണ് സ്കൾ ക്രോഡറുകൾ ബേസ് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നത് എന്നും. ഇത് കേട്ടിട്ട് മോൺസ്റ്റർ വേഴ്സിൽ ഒരു കോമഡി പടം ഇറക്കാനുള്ള വകുപ്പുണ്ടല്ലോ. അങ്ങനെ സംസാരിച്ചടക്കെ ഇന്നേരം അവർ വാഹനങ്ങളുടെ ശബ്ദം കേട്ട് എന്തായാലും മൊണാർക്കിൻ്റെ കാര്യമില്ല, അപ്പോൾ പിന്നെ ആരായിരിക്കുമെന്ന് ഊഹിക്കാം എന്നങ്ങനെ അവർ പതിയിരുന്ന് മെയ്യെ വെച്ച് ഇസബലിൻ്റെ ആ സംഘത്തെ നിർത്തിച്ച് തോക്ക് ചൂണ്ടി കൊടുക്കുന്നു. ഇവരാണ് മുന്നേ ലീഷായും കേക്കോയും നിന്നപ്പോൾ വണ്ടിയും എടുത്ത് ബേസിലേക്ക് പായുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും അവരെ ഫ്രീസ് ചെയ്ത് ഇസബലിൻ്റെ പ്ലാൻ അടക്കം എല്ലാം മനസ്സിലാക്കി ജീപ്പുകൾ തട്ടിയെടുത്തങ്ങനെ ഔട്ട് പോസ്റ്റ് ലക്ഷ്യമാക്കി കുതിക്കുമ്പോൾ ഈ ഔട്ട് പോസ്റ്റിൽ സംഭവബഹുലമായ കാര്യങ്ങളാണ് നടക്കുന്നത്. കെൻഡാരോ കേച്ചിനോടായി തൻ്റെ ആ പ്ലാൻ
പിതാവ് ഹിരോഷിയെ ആക്സിസ് മുണ്ടിയുടെ സഹായത്തോടെ ടൈം ഡയലേഷൻ വെച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് വാദോരാതെ പറയുന്ന കണ്ട് കെയ്റ്റ് അവനെ താക്കീത് ചെയ്യുവാണ്. ഇസബെൽ പറഞ്ഞായിരിക്കും ഈ പ്ലാനൊക്കെ. അവൾ നിന്നെ ചതിക്കുകയാണെന്നും ആക്സിസ് മുണ്ടിയിലേക്കും പുറത്തേക്കും പോകാനുള്ള അവൻ്റെ അറിവ് ഉപയോഗിച്ച് ലാഭം കൊയ്യാൻ മാത്രമാണ് ഇവൾ ശ്രമിക്കുന്നതെന്നും കെയ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കെൻഡാരോ അന്ധമായൊരു വിശ്വാസത്തിലായിരുന്നു. ഇത് തൻ്റെ മാത്രം പ്ലാനാണ്, ഇവരുടെ ഒപ്പം കൂടി ഹിരോഷിയെ മറ്റൊരു ടൈം ലൈനിൽ നിന്നും ജീവനോടെ എത്തിക്കുക എന്നത്. കെയ്റ്റ് ഇതെല്ലാം കേട്ട് അതിശയപ്പെട്ട് ഇതിന് ശ്രമിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു നിൽക്കെ അവൻ കെയ്റ്റിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താൻ അവിടെയുള്ള സൈനികരെ വിവരം അറിയിച്ച് അവളെ ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നു. അതേസമയം കോക്കായുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇംപ്ലാന്റുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയിക്കുമ്പോൾ ഇസബെൽ സംഘത്തിലെ ഒരുവനായ കഡ്ലറോട് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നേരത്തെ ബ്രണ്ടയ്ക്ക് പറ്റിയ തെറ്റ് നീ ആവർത്തിക്കരുത്. അതായത് കൃത്യസമയത്ത് എത്തുന്നവരെ ആ ജീവിയുടെ തലച്ചോറിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ പൾസുകൾ പരിധിയിൽ കൂടരുത്. അങ്ങനെ സംഭവിച്ചാൽ ഇംപ്ലാന്റുകൾ തകരാറിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോങ് എത്തുന്നവരെ ഇങ്ങനെ തുടരാൻ നിർദ്ദേശിക്കുമ്പോൾ വൈകാതെ കെൻഡാരോ അവിടേക്കെത്തി ടൈറ്റനെക്സിന് ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ അവിടെ ഒരു മുട്ടയില്ലല്ലോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കോങ് ഇവിടെ എത്തും. ഇസബലിൻ്റെ പ്ലാൻ കോങ്ങിനെ നശിപ്പിക്കാനുള്ളതല്ലേ? ടൈറ്റനെക്സിനെ റാംപേജ് മോഡിലാക്കിയിട്ട് കോങ്ങിനെ കൊല്ലാൻ വേണ്ടി ആ ജീവിയെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത് നിർത്തണമെന്ന് കെൻഡാരോ ആശങ്കപ്പെടുന്ന കണ്ട് അവളാകട്ടെ നിന്റെ അച്ഛനേക്കാൾ വലുതാണ് ഈ മൃഗമെങ്കിൽ ഇപ്പോൾ പറയാൻ അവനെ സൈലൻ്റ് ആക്കുന്നു. തിരികെ ലീയിലേക്കും കേയ്ക്കോയിലേക്കും വരാം. നടന്നു പോകുന്നതിനിടെ അവർ തങ്ങളുടെ മുൻപത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കെയ്റ്റിൻ്റെ പുതിയ മാനസിക കഴിവുകളെക്കുറിച്ച് കേക്കോ സംസാരിക്കുന്നു. അവൾ ടൈറ്റനിക്സിൻ്റെ സോണിക് ശബ്ദങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയതും അവളിൽ മാത്രം ഉണ്ടാകുന്ന പ്രത്യേക ആകർഷണം വെച്ചിട്ട് ആ വൈബ്രേഷൻ സുസുക്കിയുടെ എക്യുപ്മെൻറ്റ് വെച്ച് റെക്കോർഡ് ചെയ്തതായി ഒക്കെ പറഞ്ഞിട്ട് കേക്കോ ട്രാക്കർ അങ്ങനെ ഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തിരക്കുമ്പോഴാണ് ലീഷ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ലാതെ 6ാം എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ലീഷ തൻ്റെ തന്നെ പാസ്റ്റ് വേർഷനോട് സംസാരിച്ചതും ആക്സിസ് മുണ്ടിയിൽ പെട്ടുപോയ സമയത്തുള്ള ആ വേർഷനാണ് തൻ്റെ നിർദ്ദേശപ്രകാരം ട്രാക്കർ സ്ഥാപിച്ചത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു കാര്യം മറച്ചു വയ്ക്കാനാകില്ല അയാൾക്ക്. അവിടെ വെച്ച് കേക്കോയെ കണ്ടതും അവളെ രക്ഷിക്കാൻ മുതിർന്ന തൻ്റെ യങ്ങർ വെർഷനെ തടയുകയും ചെയ്ത സംഭവം. സ്വാഭാവികമായും നിലവിലെ സ്ഥിതിയും ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേക്കോയ്ക്ക് ഇത് കേൾക്കുന്നത് വല്ലാത്ത ദേഷ്യവും വിഷവുമാണ്. എന്തിനായിരുന്നു അങ്ങനെ ചെയ്യാതിരുന്നത് എന്നവൾ സങ്കടവും അരിശവും കലർന്ന് ചോദിക്കുന്നു. യങ്ലി അന്ന് കേക്കോയെ ആക്സിസ് മുണ്ടിൽ നിന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ അവൾക്ക് തൻ്റെ മകൻ ഹിരോഷിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഹിരോഷി അവൻ്റെ ജീവിതത്തിലെ തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കില്ലായിരുന്നുവെന്നും അവൻ്റെ മരണം ഒഴിവാക്കാമായിരുന്നുവെന്നും കേക്കോ വാദിക്കുമ്പോൾ ലീഷ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. കേക്കോ എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് ലീഷയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് യങ്ലി രക്ഷിക്കുകയായിരുന്നേൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ തങ്ങളുടെ എല്ലാം ഭാവിയെ കൂടി ബാധിക്കുമായിരുന്നേനെ എന്ന് പറഞ്ഞറിയിക്കാൻ ശ്രമിക്കുന്നെങ്കിലും കേക്കോ അവരുടെ ഫീലിങ്സ് വെച്ച് കാർക്കുക തന്നെ ചെയ്യുന്നു. തൻ്റെ വിധി തീരുമാനിക്കാൻ ഷായ്ക്ക് എന്തായിരുന്നു അവകാശമെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഹിരോഷി മൊത്തമുണ്ടാകേണ്ടിയിരുന്ന ജീവിതമാണ് നഷ്ടപ്പെട്ടെന്ന് നിൽക്കുന്ന അവളോട് ലീഷ പറയുന്ന ഒന്ന്. ഉണ്ടാകേണ്ടിയിരുന്ന പലതും നഷ്ടപ്പെടുത്തിയൊരു തീരുമാനം തന്നെയായിരുന്നു അത്. അയാളിത് പറയുമ്പോൾ അവിടെ നഷ്ടപ്രണയത്തിൻ്റെ ഒരു ടച്ച് കൂടിയുണ്ട്. അന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ലീഷായും കേക്കോയും ഒന്നിക്കാനുള്ള ഒരു ചാൻസും ഉണ്ടായിരുന്നു. പക്ഷേ അത് നീതിക്ക് നിരക്കാത്തതാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. This is the moment we let her go. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ടിമ്മിനെയും മെയ്യും കണ്ടുമുട്ടുന്നത്. വഴിതെറ്റി പിരിഞ്ഞവർക്ക് ഇതൊരാശ്വാസമാണ്. എന്നാൽ അവിടെ വീണ്ടും സ്പ്ലിറ്റ് ആവാനുള്ള പ്ലാനാണ് പിന്നെ നമ്മൾ കാണുന്നതും. ഔട്ട് പോസ്റ്റിൽ ടൈറ്റനെ കുടുക്കിയതായും ഒപ്പം കേറ്റും കെൻഡാരോയും ഉണ്ടെന്നുള്ള വിവരം ഈ രണ്ടുപേരെ കൂടി അറിയിച്ചു. അങ്ങനെ ടൈറ്റൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായിരിക്കുകയാണ്. ലീഷ ഉടൻ തന്നെ അവർ കണ്ടുപിടിച്ച ആ റിഫ്റ്റിനെ കുറിച്ചും കേക്കോ ആ ടൈറ്റൻ റെക്കോർഡിങ്ങിനെ കുറിച്ചും പറയുന്നു. ദാറ്റ് മീൻസ് ഈ റെക്കോർഡിംഗ് വെച്ചിട്ട് ടൈറ്റൻ എക്സിനെ വശീകരിച്ച് റിഫ്റ്റിനടുത്തേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ അവിടേക്ക് എത്തിച്ചാൽ ഈ വിള്ളൽ ആക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ കോക്കായെ ഇവിടുന്ന് കടത്തുകയും ചെയ്യാം. കേക്കോയോട് തൻ്റെ പേരക്കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ട് ലീഷ മറ്റൊരു പ്ലാൻ ഒരുവാണ്. കേക്കോ ടിമ്മിനും മേയ്ക്കുമൊപ്പം ഔട്ട് പോസ്റ്റിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ലീഷയുടെ ഉദ്ദേശം തനിച്ചു പോയി ആ വലിയ സ്പീക്കറുള്ള ഹെലികോപ്റ്റർ തട്ടിയെടുക്കുക. ആ റെക്കോർഡ് ചെയ്ത ടൈറ്റൻ സോങ് സ്പീക്കറിലൂടെ പ്ലേ ചെയ്യിച്ച് കോക്കായെ വിള്ളലിലേക്ക് നയിക്കുക എന്നാണ് ലീഷയുടെ ലക്ഷ്യം. വൈകാതെ കോക്കായി ആ ഇംപ്ലാന്റുകളുടെ നിയന്ത്രണത്തെ എതിർത്തുകൊണ്ട് രോഷവലയാൻ തുടങ്ങുവാണ്. ഇസബൽ ഇത് പ്രതീക്ഷിച്ചതാണ്. ചെറുത്തു നിൽക്കാൻ ശ്രമിക്കും, പക്ഷേ നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെയാണ്. എന്നാൽ കെൻഡാരോ ഇതിനെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. വെറും മനുഷ്യർ നിർമ്മിച്ച ഉപകരണങ്ങൾ കൊണ്ട് ആ ടൈറ്റനെ കൂടുതൽ കാലം അടക്കി നിർത്താൻ കഴിയില്ലെന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. വൈകാതെ കോങ് ഔട്ട് പോസ്റ്റിലേക്ക് എത്താൻ ഇനി അധികം സമയമില്ലെന്ന സന്ദേശം അവർക്ക് ലഭിക്കുന്നു. ഇനിയിപ്പോൾ ആ പോരാട്ടം ഒഴിവാക്കാൻ ആർക്കും കഴിയാത്ത അവസ്ഥ. ഇതേസമയം കെയ്റ്റ് തടവറയിൽ നിന്ന് സാഹസ്യമായി രക്ഷപ്പെടുന്നുണ്ട്. അവിടെയുള്ള വെന്റിലേറ്ററിൽ പേപ്പർ ക്ലിപ്പ് ഉപയോഗിച്ചും ലൈറ്റർ വെച്ച് തീ കത്തിച്ച് ചൂടാക്കിയുമൊക്കെ ഓവയിലൂടെ പുറത്തേക്കിറങ്ങി ശുദ്ധവായു കൊള്ളുമ്പോൾ സ്ഥലമേതാണെന്ന് പൊന്നുമ്പോളൊന്ന് തിരിഞ്ഞ് നോക്കിയേ. അടിപൊളി. തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ആ ഹോളും ക്ലോസായി. അങ്ങനെ നിൽക്കുകയാണ് അവിടേക്ക് കേക്കോയും സംഘവും എത്തുന്നതും. അവിടെ തൊട്ടുപിറകെ വേറൊരാളുകൂടി ഉണ്ട്.
സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നോടൊപ്പം തന്നെ കെയ്റ്റും അവിടെയുള്ളതെ അറിയുമ്പോൾ രണ്ടെണ്ണവും അറ്റാക്കിന് മുന്നേ പരസ്പരം നിന്ന് അരിശം കയറ്റുവാണ്. ടൈറ്റൻ്റെ മേലുള്ള കൺട്രോൾ നശിപ്പിക്കാൻ മെയ്യും ടിമ്മും പോകുമ്പോൾ കെയ്ക്കോ ജീപ്പ് എടുത്ത് കെയ്റ്റിനെ രക്ഷിക്കാൻ ആ യുദ്ധകളത്തിലേക്ക്. രണ്ട് ടൈറ്റനുകൾ തമ്മിലുള്ള ഘോരമായ യുദ്ധം അവിടെ ആരംഭിക്കുന്നു. കെയ്റ്റ് ജീവനം കൊണ്ട് ഔട്ട് പോസ്റ്റിൻ്റെ പ്രധാന ഗേറ്റിനടുത്തേക്ക് ഓടുന്നെങ്കിലും ആ സംഘടനത്തിനിടയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇത്തിരി കട്ടിയാണ്. അവൾ തെറിച്ചു വീണ് പോകുന്ന സിറ്റുവേഷൻ. കേക്ക് ഒട്ടും വൈകാതെ ജീപ്പിൽ അവിടേക്ക് എത്തി എങ്ങനെയൊക്കെയോ ഏതാണ്ടൊക്കെയോ വഴിയിലൂടി, അതും ഈ കോങ്ങിൻ്റെയും ടൈറ്റനെക്സിൻ്റെയും ഇടയിൽ കൂടി അതിസാഹസികമായ വണ്ടി വായിച്ചും ഡ്രിഫ്റ്റ് ചെയ്തുമൊക്കെ കെയ്റ്റിനടുത്തേക്ക് എത്തി അവളെ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ തിരിച്ച് വണ്ടി കയറാൻ ഒരുങ്ങുന്നതിലും ജീപ്പ് ചിന്നാഭിന്നമാവുന്നു. കോങ് ജയിച്ചാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, ഈ സ്കൾ ഐലൻഡിൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹിരോഷിയുടെ പിതാവിനെ തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല. ഇത് കെൻഡാരോട് പറഞ്ഞ് അവനെ ഒന്ന് വിളിച്ചിട്ട് ഇതിനിടയിൽ കോങ്ങിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന വാശിയിൽ ഇസബൽ ഇംപ്ലാന്റുകളുടെ ശക്തി പരമാവധി കൂട്ടാൻ ഉത്തരവിടുന്നു. മുന്നേ ബ്രണ്ട ചെയ്ത അതേപോലെ ടിമ്മും മെയ്യും സംഘവും ഔട്ട് പോസ്റ്റിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുന്നതും ഈ സമയത്താണ്. ഇത് കണ്ട് ഇസബൽ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. മൊണാർക്ക് എയ്പെക്സ് എന്ന് കരുതിയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇത് എയ്പെക്സ് അല്ലല്ലോ. തൻ്റെ പിതാവ് വാൾട്ടർ കൂടി ഇതറിഞ്ഞാൽ പിന്നെ പുറലോകം കാണില്ലെന്ന് മനസ്സിലാക്കി അവൾ അവിടെ വിട്ട് രക്ഷപ്പെടാൻ പദ്ധതിയിടുന്നു. എന്നാൽ കെൻഡാരോ അതിന് തയ്യാറല്ലായിരുന്നു. ഹിരോഷിയെ തിരികെ കൊണ്ടുവരണം. ഈ ലോകം മൊത്തം ഡ്രിഫ്റ്റ് നോക്കി ജീവിതം കളയാനാവില്ല. ഇത്രത്തോളം എത്തിയിട്ട് പിൻവാങ്ങാനില്ലെന്ന് അവൻ കോക്കായുടെ ഇംപ്ലാന്റുകൾ അതിൻ്റെ പരിധിക്ക് പുറത്തേക്ക് വർദ്ധിപ്പിക്കുന്നു. വൈകാതെ മുന്നേ പിടിച്ചെടുത്തവരുടെ കയ്യിലെ ആക്സസ് കാർഡ് വഴി അകത്തേക്ക് കയറി ഓരോരുത്തരെ വീഴ്ത്തി കൺട്രോൾ റൂമിലേക്ക് എത്തുമ്പോൾ ഇസബലും കെൻഡാരയും ഇതിനോടകം തന്നെ അവിടെ നിന്ന് സ്കൂട്ടായിരുന്നു. കൺട്രോൾ റൂമിലെത്തിയ മെയ് ഡാഷ്ബോർഡിലെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. കോക്കായുടെ തലച്ചോറിൽ വരുത്താൻ ശ്രമിക്കുന്ന മാറ്റങ്ങൾ അതിനെ നിയന്ത്രിക്കുക എന്നതിനേക്കാൾ കൂടുതൽ അക്രമാസക്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജീവി ഇപ്പോൾ നിയന്ത്രണാതീതമായ ദേഷ്യത്തിലും. മുന്നത്തെ പോലെ പ്രോഗ്രാമിംഗ് ഓവർ റൈഡിംഗ് ആയിക്കൊണ്ടിരിക്കെ ഈ കൺട്രോൾ പൂർണ്ണമായി ഷട്ട് ഡൗൺ ചെയ്യുകയെ രക്ഷയുള്ളൂ. ടൈറ്റനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അൺപ്ലഗ് ചെയ്യുക. ഇതിനായി അവർ നടത്തുന്നൊരു പരീക്ഷണം. ടൈറ്റൻ്റെ മുട്ടയിരിക്കുന്ന സെല്ലിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. ഇന്നേരം അതിലേക്ക് കെയ്റ്റും കേക്കോയും കയറി സുരക്ഷിതരാകുമ്പോൾ ഈ വാതിൽ തുറന്നോടെ കോക്കായ്ക്ക് തൻ്റെ മുട്ടയിരിക്കുന്ന എവിടെയാണെന്ന് മനസ്സിലായി. തൻ്റെ കുഞ്ഞിനെ വീണ്ടെടുക്കാനുള്ള ആവേശം ആ ഇംപ്ലാന്റുകളെക്കാൾ ശക്തിയുള്ളതായിരുന്നു. ആ ശക്തിയിൽ ആ കൺട്രോൾ പ്രൊജക്റ്റ് നശിപ്പിക്കുന്നതോടെ അവൾ നിയന്ത്രണങ്ങൾ ഭേദിച്ച് തൻ്റെ മുട്ടയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. തുടർന്ന് ആ മുട്ടയുമെടുത്ത് അവൾ കോങ്ങിന് മുന്നിൽ വന്നൊരു നിൽപ്പുണ്ട്. ഇതാണ്, ഇതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, വേറൊന്നിനുമല്ല എന്ന് പറയുന്ന പോലെ. ഈ ഒരു സമയത്ത് കോങ്ങിൻ്റെ റിയാക്ഷൻ കാണണം. താൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരമ്മയാണെന്ന് ഈ മുട്ട കണ്ട് അറിയുന്നതും ആശ്ചര്യത്തോടെ നേരെ മാറി മുകളിലേക്ക് കയറി നിൽക്കുവാണ്, അതിന് വഴി തെളിച്ചു കൊടുക്കുന്ന പോലെ. എന്ത് നല്ലൊരു നിമിഷം. കോങ് ചെറുപ്പത്തിലെ അനാഥനായ ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും വേദന അവന് പെട്ടെന്ന് മനസ്സിലായി. താൻ മറ്റൊരു ജീവിയെ അനാഥനാക്കാൻ വേണ്ടിയാണ് ഇത്ര നേരം പോരാടിയെന്ന് തിരിച്ചറിഞ്ഞ കോങ് വളരെ വിനീതനായി ഒരു മലയുടെ മുകളിലേക്ക് കയറി നിന്ന് കോക്കായ്ക്ക് പോകാൻ വഴിമാറി കൊടുക്കുമ്പോൾ മൊണാർക്ക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായൊരു മൊമെൻറ്റ്. കോങ്ങിൻ്റെ കണ്ണുകളിലെ ആ പശ്ചാത്താപം കണ്ട് പാവം തോന്നും. ഒരു വലിയ അപകടം ഒഴിഞ്ഞു എന്ന് നിൽക്കുകയാണ് അടുത്ത പ്രശ്നം. കോക്കായി പിൻവാങ്ങുന്നത് ആ വിള്ളലുള്ള ദിശയിലേക്കല്ല, വഴിമാറിപ്പോവാണ്. അതിനെ തിരിക്കാൻ ഇനി എന്തു ചെയ്യും? ഈ സമയത്താണ് ലീഷയുടെ ചോപ്പർ എൻട്രി. അയാൾ ഇതിനോടകം തന്നെ സ്പീക്കർ ഘടിപ്പിച്ചുള്ള ഹെലികോപ്റ്റർ കണ്ടെത്തിയിരുന്നു. അങ്ങനെ കോങ് വേഴ്സസ് ടൈറ്റനെക്സ് ഫൈറ്റ് ജസ്റ്റ് മിസ്സായി അവിടേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ എത്രയും വേഗം ടൈറ്റനെക്സിനെ സ്പീക്കർ ഉപയോഗിച്ച് വരുതിയിലാക്കുക എന്നതാണ് ലക്ഷ്യം. എല്ലാവരും ചോപ്പറിലേക്ക് കയറുമ്പോൾ എന്നാൽ കെയ്റ്റ് പോകുന്നത് മറ്റൊരിടത്തേക്കാണ്, കെൻഡാരോയെ തേടി. അവരിന്നേരം മൊണാർക്കിൻ്റെ സൈനികരെ നോക്കൗട്ട് ചെയ്ത് പുറത്തു കടന്ന് അവിടുന്ന് എസ്കേപ്പ് ആകാൻ ഒരു ഹെലികോപ്റ്ററിലേക്ക് കയറുകയായിരുന്നു. കേറ്റ് തിരഞ്ഞു പിടിച്ചത് കണ്ടെത്തി തൻ്റെ സഹോദരനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു അവസാന ശ്രമം. പിതാവ് പോയി കഴിഞ്ഞു, ഇത് വെറും ഭ്രാന്താണ് എന്നവൾ പറയുന്നു. എന്നാൽ കെൻഡാരോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഹിരോഷി ഒരിക്കൽ ആക്സിസ് മുണ്ടിയിൽ അകപ്പെട്ട് പോയിട്ടുണ്ടെന്നും ഇപ്പോൾ പോയത് ഹിരോഷിയുടെ ഒരു വെർഷനാണ്. ആക്സിസ് മുണ്ടിലെ മറ്റൊരു വെർഷനെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരുമെന്ന് പറയവേ കേറ്റിന് ഇതൊരു ഷോക്കാണ്. അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു തൻ്റെ അച്ഛനും ഒരിക്കൽ ആക്സിസ് മുണ്ടിയിൽ ചെന്നപ്പെട്ട കാര്യം. ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് മുന്നിലുള്ള സമയത്തേക്ക് എത്തിയാൽ ഹിരോഷിയെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരാമെന്നും അതിന് സാധിക്കും. കേറ്റൊപ്പം വരുന്നെങ്കിൽ വരാൻ വിളിക്കുന്നതിലും അവൾക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഇത് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞ് പോകാതെ നിൽക്കുന്നെങ്കിലും അവളുടെ മനസ്സ് ഇതെല്ലാം കേട്ടാകെ വറീഡാണ്. തൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു വഴിയുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രധാനമാണ്. പക്ഷേ കെൻഡാരോ അപകടത്തിൽ ചെന്ന് ചാടുമെന്നുള്ള നല്ല സങ്കടം അവൾക്കുണ്ട്. എന്തായാലും വൈകാതെ തിരികെ എത്തുന്നതുകൊണ്ട് ചോപ്പർ സംഘത്തോടൊപ്പം കൂടി പറന്നു വരുന്നതും ടൈറ്റനെ ദൃശ്യമാവുന്നു. ടിമ്മും ഷായും പൈലറ്റ്സ് ആവുമ്പോൾ സ്ത്രീജനങ്ങൾ മൂവരും കോക്കായുടെ ശ്രദ്ധ പിടിച്ചു വരുത്താൻ നോക്കുവാണ്. ടൈറ്റൻ സോങ് പ്ലേ ചെയ്യുന്നതിലും അതിന് കേൾക്കാവുന്നത്ര ശബ്ദമില്ലായിരുന്നു. വീണ്ടും വീണ്ടും കൂട്ടി അതിനെ മാക്സിമം കപ്പാസിറ്റിയിൽ കേൾപ്പിക്കുന്നതും ദൗത്യം വിജയിച്ചു എന്ന് നിൽക്കേ. പക്ഷേ ആംപ്ലിഫയർ അടിച്ചുപോയി. ടൈറ്റനെക്സ് വീണ്ടും എങ്ങോട്ടെന്നില്ലാതെ പോകുമ്പോൾ ഇനി അതിനെ നയിക്കാൻ വഴികളൊന്നുമില്ല.
ഈ ഒരു ഘട്ടത്തിലാണ് കെയ്റ്റ് തൻ്റെ പുതിയ കഴിവ് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. അവൾ സാഹസ്യമായി ചോപ്പറിൻ്റെ അറ്റത്തേക്ക് പോയി നിന്ന് കേക്കോയുടെ സംരക്ഷണത്തിൽ ടൈറ്റൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ മനസ്സുകൊണ്ട് സംസാരിക്കുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, അത് ഫലിച്ചു. ആ സെൻസസ് കോക്കായിലേക്ക് കണക്റ്റ് ആവുന്നതും ഒരു കുട്ടിയെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന പോലെ കെയ്റ്റ് ആ ടൈറ്റനെ വിള്ളലിൻ്റെ അടുത്തേക്ക് നയിക്കുന്നു. കെയ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രായശ്ചിത്തമായിരുന്നു. കോക്കായിയെ ആക്സിസ് മുടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് താനാണെന്നും അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്നും അവൾ കരുതിയിരുന്നു. അതുകൊണ്ട് ഈ ടൈറ്റനെ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിക്കുക എന്നത് തൻ്റെ കടമയെന്ന പോലെ അവൾ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ആ റിഫ്റ്റിനടുത്തേക്ക് എത്തി ചോപ്പർ ലാൻഡ് ചെയ്യവേ വൈകാതെ കോക്കായും അവിടേക്ക് എത്തുകയായി. ആ തടാകം, അതായിരുന്നു റിഫ്റ്റ്. കോക്കായുടെ സ്പർശനമേറ്റതും ആ വിള്ളൽ അവിടെ രൂപപ്പെടുകയായി. കാലത്തെറ്റി ഭൂമിയിലേക്ക് വന്നതിൻ്റെ പെടാപ്പാടുകൾക്ക് ശേഷം അതിൻ്റെ സ്വൈര്യവിഹാരത്തിലേക്ക് കോക്കായി എല്ലാവരും നോക്കി നിൽക്കെ ആ റിഫ്റ്റിലേക്ക് കടക്കുകയാണ്. പോകുന്നതിന് മുന്നോടിയായി അടുത്തേക്കെത്തി നിൽക്കുന്ന കെയ്റ്റിൻ്റെ നീട്ടിവെച്ചിരിക്കുന്ന കൈയിലേക്ക് ഒരു തലോടലും, നന്ദി സൂചകമെന്ന പോലെ. ടൈറ്റനെക്സും എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ നമുക്കും പറയാം ആ അമ്മയോടൊരു നന്ദി, നല്ല കുറേ മൊമെൻറ്റ്സ് മനസ്സിലുണ്ടാക്കി തന്നതിന്. അങ്ങനെ ആ ഒരു വലിയ ദൗത്യം പൂർത്തിയാക്കി നിൽക്കെ ലീഷ എന്തോ ഒന്ന് കാണുവാണ് ആ ഒരു പ്രഭാവത്തിൽ. മുന്നേ സുസുക്കി മത്ത് മൗണ്ട് ഒസോറയിൽ നിന്നപ്പോഴും അയാളിതുപോലെ എന്തോ ഒന്ന് കണ്ടിരുന്നു പോർട്ടൽ അടയാൻ പോകുന്ന ആ ഒരു സമയത്ത്. ആ അത്ഭുതം വീണ്ടും കുറച്ചധികം വ്യക്തമായി കാണുമ്പോൾ അത് മറ്റൊന്നുമല്ല, തന്നെയാണ് കാണുന്നത്. വിള്ളലിൻ്റെ മറുവശത്തായി തൻ്റെ യങ്ങർ വെർഷൻ. കേക്കോയും ഇത് കണ്ട് അടുത്തേക്ക് വന്ന് അതിശയിക്കുവാണ്. അവളെ കണ്ടതും യങ് ലീഷ എന്തോ മനസ്സിൽ തട്ടി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ കേൾക്കാതെ തന്നെ പ്രസന്റ് ലീഷായിക്കറിയാം എന്താ പറയുന്നതെന്ന്. അത് നമ്മളോടുള്ള വിട പറച്ചിലാണ്, ഗുഡ് ബൈ. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം കൂടി ലീഷായ്ക്ക് ഉണ്ടായിട്ടുണ്ട് ആക്സിസ് മുടിയിൽ വെച്ച് എന്നിവിടെ വെളിവാവുകയാണ്. ലീഷായ്ക്ക് അത് ഓർമ്മയുണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വീണ്ടും മനസ്സിലേക്ക് വന്നതുമാകാം. അതാണ് വിട പറയുകയാണെന്ന് പറഞ്ഞതും. ഇവിടെ കേക്കോയ്ക്കും ഒരു തിരിച്ചറിവുണ്ടാവുന്നു. അന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിയ വിഷമത്തെക്കുറിച്ച്. നടക്കേണ്ടതേ നടക്കുള്ളൂ, അതാണിപ്പോൾ നടന്നത്. കേക്കോ അതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ ആ വിട പറച്ചിൽ, ആഗ്രഹിച്ച, നേടിയെടുക്കാതിരുന്ന, കൊതിച്ച ഒരു ജീവിതത്തിനോടുള്ള വിട പറച്ചിൽ. അങ്ങനെ ലീഷാമാർ പരസ്പരം കണ്ടുപിരിയുന്ന ആ ഒരു വൻ മൊമെൻറ്റിൽ മിഷൻ അവസാനിക്കുമ്പോൾ നമ്മൾ കുറച്ച് നാളുകൾ കഴിഞ്ഞുള്ള സമയത്തേക്ക് 6 ആഴ്ച കഴിയുമ്പോൾ കെയ്റ്റും കേക്കോയും മൊണാർക്ക് ഡയറക്ടറായ ബാരിസിനൊപ്പം നിൽക്കുമ്പോൾ ലീഷ മിസ്സിംഗ് ആണ്. ആളെവിടെയാണ് എന്നൊരു വിവരവുമില്ല. മൊണാർക്ക് ആസ്ഥാനത്തിൻ്റെ ചുവരിലായി ഹിരോഷിയുടെ ഓർമ്മയ്ക്കായി ഒരു സ്മാരക ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു രസകരമായ കാര്യം, ഇതിൻ്റെ തുടക്കവും ആദ്യവും കേക്കോയുടെ ഫലകമായിരുന്നു. ആൾ പക്ഷേ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ട് മാറ്റേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ ശരിയായ സമയമല്ലെന്ന് ബാരിസ് വിശ്വസിക്കുന്നു. കാരണം ലോകം ഇപ്പോൾ തന്നെ ഭീമാകാരമായ ടൈറ്റനുകളെ കണ്ട് പരിഭ്രാന്തിയിലാണ്. അതിനിടയിൽ മരിച്ചവർ തിരികെ വരുന്നു എന്ന വാർത്ത കൂടി പുറത്തുവിട്ടാൽ ജനങ്ങൾ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് മൊണാർക്കിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് കേക്കോയുടെ തിരിച്ചുവരവ് ഒരു രഹസ്യമായി തന്നെ വെച്ചിരിക്കുകയാണ്. സംസാരത്തിനിടെ കെയ്റ്റും കേക്കോയും ഒരു പ്രധാന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആക്സിസ് മുണ്ടി ഉപയോഗിച്ച് മരിച്ചവരെ തിരികെ കൊണ്ടുവരാം എന്ന രഹസ്യം ഇപ്പോൾ പലർക്കും അറിയാം. ഇത് കേൾക്കുന്ന ബാരിസ് ആദ്യം കരുതിയത് അവർ ലീഷായെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നാണ്. കാരണം ലീ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. എന്നാൽ അവർ ഉദ്ദേശിച്ചത് കെൻഡാരോയും ഇസബെല്ലയുമാണ്. ഹിരോഷിയെ പുനർജനിപ്പിക്കാനുള്ള അവരുടെ ഭ്രാന്തമായ ശ്രമം ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുമെന്ന് അവർ വ്യക്തമാക്കുന്നു. നിലവിൽ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയുള്ള ബാരിസ് ഇവരെ കൊണ്ടെത്തിക്കുന്നത് ഒരു ബേസ്മെൻറ്റ് ഏരിയയിലെ ഓഫീസിലേക്കാണ്. അവിടെ മെയ്യും ടീമും ഹാജരാണ് താനും. അവരവിടെ മൊത്തം ഒന്ന് സെറ്റാക്കുമ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ, മൊണാർക്ക് 2.0. അവർ 4 പേരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോവുകയാണ്. ലോകമെമ്പാടുമുള്ള റിഫ്റ്റുകൾ കണ്ടെത്തുകയും കെൻഡാരോയുടെ നീക്കങ്ങൾ തടയുകയുമാണ് ടീമിൻ്റെ ലക്ഷ്യം. ഈ പുതിയ ദൗത്യം അവർ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ എന്തായാലും കെയ്റ്റിൻ്റെ മെയ്യുടെ മേലുള്ള ദേഷ്യം കുറഞ്ഞതായി കാണിക്കുന്ന സംസാരങ്ങളൊന്നും ഇല്ലെങ്കിലും അവർ രണ്ടുപേരും ഇപ്പോൾ നല്ല ടേംസിലാണ്. അപ്പോൾ നമുക്ക് തായ്ലൻഡിലേക്ക് പോയാലോ? കാരണം അവിടേക്കാണ് ഇപ്പോൾ ലീഷ പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ആരും അറിയാതെ പുതിയ പരിപാടികളിലേക്ക് കടക്കുവാണ്. ഒരു തായ്ലൻഡ് ഗ്യാങ്സ്റ്ററായ എയ്വൂട്ടിനെ കാണാൻ എത്തുന്നു. എയ്വൂട്ടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ലീ അയാൾക്ക് കൊടുക്കാമെന്നേറ്റ പണം കൈമാറുന്നു. ഈ പണം മറ്റൊന്നിനുമല്ല, ചില വിവരങ്ങൾ അറിയാനാണ്. കെൻഡാരോയും ഇസബെല്ലയും ചേർന്ന് എയ്വൂട്ടിനെ കാണാൻ വന്നിരുന്നു. കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അവർ വന്നത് ഒരു സഹായത്തിന് വേണ്ടിയായിരുന്നു. ഇരുവരുടെയും ഒരു വലിയ പ്ലാൻ്റെ കീ തന്നെ എയ്വൂട്ടിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞെങ്കിലും അയാൾ സഹായിക്കാൻ തയ്യാറാവാതെ പറഞ്ഞു വിടുകയായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ലീഷയുടെ കളിയിൽ നിന്നിരിക്കെ ആ ഒരു പ്രധാന കീ നമ്മൾ കാണുവാണ്. എയ്വൂട്ടിൻ്റെ താവളത്തിൻ്റെ പിറകിലെ പരന്നു കിടക്കുന്ന കാട്ടുപറമ്പിലേക്ക് അവർ ലീഷയെ കൊണ്ടുപോയി. പാതി വഴിയിൽ സംഘം പേടിച്ചിട്ട് ഇനി മുന്നോട്ടുള്ളതെന്ന് പറഞ്ഞു നിൽക്കെ ലീഷ കുറച്ച് മാറി ഒരു പാറപ്പുറത്ത് കയറി നിൽക്കുമ്പോഴുള്ള ഒരു കാഴ്ച. പൊട്ടിത്തെളിക്കുന്ന അഗ്നിപർവ്വതത്തിന് മുകളിലായി തീയിലായി നിൽക്കുന്ന ഒരു ടൈറ്റൻ, ഭൂമി വിറപ്പിക്കുന്ന ടൈറ്റനായ റോഡൻ അതവിടെ വിശ്രമിക്കുകയാണ്. ഈ റോഡൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയാണ് കെൻഡാരോയും ഇസബെല്ലും അവിടേക്ക് എത്തിയത്.
എന്തായാലും ലീഷയുടെ അടുത്ത പോരാട്ടം ഈ റോഡനുമായി ചുറ്റപ്പെട്ടാണെന്ന് ഉറപ്പാവുമ്പോൾ ഗോഡ്സില കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന സിനിമയിൽ നമ്മൾ മെക്സിക്കോയിൽ കണ്ട റോഡൻ എങ്ങനെ തായ്ലൻഡിലെത്തി എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. റോഡനെ കേന്ദ്രീകരിച്ചായിരിക്കും അടുത്ത സീസണോ അല്ലെങ്കിൽ ലീഷയുടെ സ്പിൻ ഓഫോ നീങ്ങുക എന്നുറപ്പാണ്. പക്ഷേ പ്രധാനമായും ഉയർന്ന ചോദ്യങ്ങൾ: എന്തിനാണ് റോഡൻ? കെൻഡാരയും ഇസബലും റോഡനെ തിരിഞ്ഞു പിടിക്കാൻ കാരണം ഈ ടൈറ്റന് ആക്സിസ് മുടിയിലേക്കുള്ള വിള്ളലുകൾ തുറക്കാൻ കഴിയും എന്നതുകൊണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ സർഫസിൽ സ്വതന്ത്രമായി വിവരിക്കുന്ന ഏക ടൈറ്റൻ റോഡനാണ്. ഇതിനെ പിന്തുടർന്നാൽ ആക്സിസ് മുടിയിലേക്ക് എത്താമെന്ന് അവർ വിശ്വസിക്കുന്നു. ലീ എന്തിനാണ് റോഡനെ തേടി പോകുന്നത്? കെൻഡാരയും ഇസബലിനെയും തടയാനാണോ അതോ മറ്റെന്തെങ്കിലും രഹസ്യ ലക്ഷ്യമുണ്ടോ? ലൈക്ക് ആക്സിസ് മുണ്ടിയിലേക്ക് പോകാനെങ്ങനെ? അങ്ങനെയാണെങ്കിൽ തൻ്റെ പക്കലുണ്ടായിരുന്ന ആ ടൈറ്റൻ കോളിംഗ് ഉപകരണം നഷ്ടപ്പെട്ട ലീക്ക് ഇനിയൊരു ടൈറ്റനെ പിന്തുടരുകയല്ലാതെ വേറെ വഴിയില്ല. സീസൺ 2 സ്കൾ ഐലൻഡിന് വലിയ പ്രാധാന്യം നൽകിയ സ്ഥിതിക്ക് കോങ് സ്കൾ ഐലൻഡ് സിനിമയിലെ പഴയ കഥാപാത്രങ്ങളായ ജെയിംസ് കോൺറാഡ്, മേസൺ വീവർ എന്നിവരുടെ മുതിർന്ന രൂപങ്ങളെ സീസൺ 3 കാണാൻ കഴിഞ്ഞേക്കും. മൊണാർക്കിൻ്റെ വളർച്ചയിൽ അവരുടെ പങ്കെന്താണെന്ന് ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നത് കഥയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കത്തേയുള്ളൂ. ഹിരോഷിയെ തിരികെ കൊണ്ടുവരാൻ കെൻഡാര ശ്രമിക്കുമ്പോൾ അത് സമയക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇത് ഗോഡ്സില്ലയുടെ കോങ്ങിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന് കണ്ടറിയണം. മെക്സിക്കോയിലെ അഗ്നിപർവ്വതത്തിൽ എത്തുന്നതിന് മുമ്പ് റോഡൻ എവിടേക്ക് ഉണ്ടായിരുന്നുവെന്നും അവൻ്റെ പൂർവ്വകാല ചരിത്രവും സീസൺ 3 വിശദീകരിക്കുമെന്ന് കരുതുന്നു. ചുരുക്കത്തിൽ മൊണാർക്ക് സീസൺ 3 ഒരു വിസ്മയമായിരിക്കും. റോഡനെ പോലെയുള്ള ഒരു ആൽഫ ടൈറ്റൻ സീരീസിലേക്ക് വരുന്നത് ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കൂടുതൽ ആക്ഷനും വൈകാരികമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു സീസൺ ആയിരിക്കും ഇനി വരാൻ പോകുക എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ സീസണെക്കുറിച്ചും ടൈറ്റൻ എക്സിനെക്കുറിച്ചും കോങ്ങിനെയും ഗോഡ്സിലയെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ? ഏതായിരുന്നു നിങ്ങളുടെ സീസണിലെ ഫേവറേറ്റ് മൊമെൻറ്റ്? ഒന്നും പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി സീ യു ഫാം.